വെൽക്കം ബാക്ക് ടു മലയാളി നെയിൽ സ്റ്റുഡിയോ. ഇന്നത്തെ ടോപ്പിക് ജെൽ നെയിൽ പോളിഷ് റിമൂവർ. സോ ഇതിന് നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് നെയിൽ ക്ലിപ്സ് ആണ്. ഇതിന് പകരം ഫോയിൽ പേപ്പർ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കോട്ടൺ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് കോട്ടൺ ബോൾസ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഹാൻഡ് ക്രീം, ഹാൻഡ്സ് ഡ്രൈ ഔട്ട് ആയി പോകാതിരിക്കാൻ അത് യൂസ് ചെയ്തിരിക്കണം. ഇത് ക്യൂട്ടിക്കിൾ ഓയിലാണ്. ഇത് മസ്റ്റായിട്ട് ആഫ്റ്റർ റിമൂവൽ നമ്മൾ യൂസ് ചെയ്തിരിക്കേണ്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സും നെയിൽസും ആ നെയിൽസിൻ്റെ ക്യൂട്ടിക്കളെല്ലാം ഡ്രൈ ഔട്ട് ആയിപ്പോവും. പിന്നീട് ഒരു ടൂൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ക്യൂട്ടിക്കൽ പുഷറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്രേപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ നമ്മുടെ ആ കെമിക്കൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇളകി വന്നിട്ടുള്ള ഫ്ലേക്കി ആയിട്ടുള്ള നെയിൽസ് സ്ക്രേപ്പ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. ഇതിൻ്റെ രണ്ട് സൈഡും നല്ല സോഫ്റ്റാണ്. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്, അസറ്റോൺ. 100% അസറ്റോൺ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് നമ്മൾ പറയുന്നത് സോക്കിംഗ് എന്നാണ്. നെയിൽസിൽ നമ്മൾ അസറ്റോൺ വെച്ച് സോക്ക് ചെയ്ത് ഒരു 15 to 25 മിനിറ്റ്സ് വെച്ചതിന് ശേഷമാണ് സ്ക്രേപ്പ് ചെയ്ത് കളയുന്നത്. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതൊരു ബഫറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ബഫറാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതില്ലാതെ നമുക്ക് ഒരു സ്റ്റെപ്സും ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ബഫിംഗ് ആണ്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വൈപ്പാണ്. ഇത് ഞാൻ നെയിൽ ആഫ്റ്റർ ബഫിംഗ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഒരു പേപ്പർ ടവൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്രേപ്പ് ചെയ്യുന്ന നെയിൽ പോളിഷ് എല്ലാം അതിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത നെയിൽ പോളിഷ് ആണ്, ജെൽ നെയിൽ പോളിഷ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ അത് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബഫ് ചെയ്തിട്ടില്ല എന്ന്. നമ്മൾ ബഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളകി പോകും. എനിക്ക് ജസ്റ്റ് 2 ഡേയ്സിൽ തന്നെ ഇത് റിമൂവ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ആ നെയിൽ ബെഡ് ബഫിംഗ് എന്നുള്ള പ്രൊസീജിയർ ഒഴിവാക്കിയത്. സോ ഇനി നമുക്ക് ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കണം. ബഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് കോട്ട്, ഏറ്റവും ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ടോപ്പ് കോട്ടാണ്. അത് നല്ല രീതിക്ക് ഒന്ന് ബഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽ ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ബഫ് ചെയ്ത് കൊടുക്കുക. ടോപ്പ് കോട്ട് എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് ക്ലീൻ ആവണം. ബട്ട് ഓവറായിട്ട് നമ്മൾ ബഫ് ചെയ്ത് നമ്മുടെ നെയിൽസിന് ഡാമേജ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്ലാസ് ബഫർ യൂസ് ചെയ്തിരിക്കുന്നത്, നെയിൽസിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ടോപ്പ് കോട്ട് മാത്രം ഒന്ന് ലൈറ്റായിട്ട് റിമൂവ് ചെയ്താൽ മതി. പക്ഷേ നെയിലിൻ്റെ എല്ലാ സൈഡിൽ നിന്നും അത് ക്ലീൻ ആയിട്ട് പോയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് സോക്കിങ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് സൈഡിൽ മാത്രം അതിങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും. അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ നെയിൽസിൻ്റെയും ടോപ്പ് കോട്ടും ഞാൻ ഇതേപോലെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിനാണ് ഞാൻ ആ ബ്രഷ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലോത്തോ കാര്യങ്ങളോ വെച്ചിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് ഒരു ഡസ്റ്റിൻ്റെ പൗഡേഴ്സ് ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ബ്രഷ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ നെയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ക്യൂട്ടിക്കിൾ ഓയിലൊന്ന് ക്യൂട്ടിക്കിളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ആക്ച്വലി ഇത് നെയിലിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യൂട്ടിക്കിളിൽ മാത്രം. നമ്മളിപ്പോൾ അസറ്റോൺ സോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്യൂട്ടിക്കിൾ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ആ ക്യൂട്ടിക്കിൾ ഏരിയയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഒരു ഫിംഗറിൽ അപ്ലൈ ചെയ്തു, അത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ഫിംഗറിലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വൈപ്പ് വെച്ചിട്ട് നെയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ്. കാര്യം നമ്മുടെ ഈ ക്യൂട്ടിക്കിൾ ഓയിലോ നമ്മൾ നേരത്തെ ബഫ് ചെയ്ത ഡസ്റ്റ് ഒന്നും നെയിലിൽ ഉണ്ടാവാൻ പാടില്ല ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് വൈപ്പ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇനി നമ്മൾ കോട്ടൺ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു പോർഷൻ മാത്രം മതി. അതിൽ നന്നായിട്ട് അസറ്റോൺ സോക്ക് ചെയ്യണം. നന്നായിട്ട് സോക്ക് ആവണം. അത് കുറച്ച് മാത്രം എടുത്താൽ പോരാ. നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ നെയിലിൻ്റെ ബെഡിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നെയിൽ ക്ലിപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. ഇത് നല്ല ടൈറ്റായിട്ട് കവറായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. സോ നല്ലതായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം എല്ലാ നെയിൽസിലും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെയിൽ ബെഡ് കംപ്ലീറ്റ് ആയിട്ട് അസറ്റോണിൽ സോക്ഡ് ആയിരിക്കണം. ഇനി നെയിൽ ക്ലിപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്സിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു ഫിംഗറിലേക്ക് വെക്കാൻ പറ്റുന്ന പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കോട്ടൺ വെക്കുക. അതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് നെയിൽ ക്ലിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ അസറ്റോൺ എയർ ഡ്രൈ ആവാതെ സേഫായിട്ട് അവിടെ തന്നെ ഇരിക്കും. അതിനാണ് നമ്മൾ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് നമുക്ക് വെച്ചിരിക്കണം. എന്നിട്ട് ഇടയ്ക്ക് 15 മിനിറ്റ്സിന് ശേഷം മാത്രം, ഇടയ്ക്ക് ഇത് പീക്ക് ചെയ്യാൻ പാടില്ല, 15 മിനിറ്റ്സിന് ശേഷം മാത്രം അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ ഇളകി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സ്ക്രേപ്പ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ഇളകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ചിരിക്കാം.
ഇത് ഞാൻ എൻ്റെ എല്ലാ നെയിൽസിലും ഒരേപോലെ തന്നെ അസറ്റോൺ സോക്ക് ചെയ്യുവാണ്. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഫിംഗറിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലേക്കി ആയിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴേക്കും തന്നെ ഇത് ഇളകിപ്പോയി. നമ്മുടെ നെയിൽ ബെഡിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് പുഷ് ഓഫ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഇളകി വന്നതാണ്. ഇതിനെ നെയിൽ ബെഡിൽ പോയി സ്ക്രേപ്പ് ചെയ്ത് അതിൻ്റെ നെയിൽ ബെഡിനെ ഡാമേജ് ചെയ്യാൻ പാടില്ല. സ്ക്രേപ്പ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് ഇളകി വരും. അത്രയും മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നീട് ഞാനിതിപ്പോൾ ബാക്കി എൻ്റെ 3 നെയിൽ ഫിംഗേഴ്സിലാണ് ഞാനിത് ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി 2ലും ഒരു ഹാഫ് പോർഷൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാനൊന്ന് സ്ലൈറ്റായിട്ട് ആ ഇരിക്കുന്ന നെയിൽ ജെല്ലിനെ, ആ ജെൽ നെയിൽ പോളിഷിനെ മാത്രം ഒന്ന് സ്ലൈറ്റായിട്ട് ഒന്ന് ബഫ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അസറ്റോണിൽ ഒരു 5 മിനിറ്റ്സും കൂടി റാപ്പ് ചെയ്ത് വെച്ചു. ആഫ്റ്റർ 5 മിനിറ്റ്സ് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇളകിയിരിക്കുന്ന നെയിൽ ജെൽ പോളിഷിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നന്നായിട്ട് എല്ലാ ഫിംഗേഴ്സിലും ക്യൂട്ടിക്കിൾ ഓയിലിട്ട് മസാജ് ചെയ്യുക. ഇനി ഈ പേപ്പറിലുള്ള നെയിൽ പോളിഷും പിന്നെ ഈ കോട്ടണും കൂടി റാപ്പ് ചെയ്ത് നമുക്ക് എടുത്ത് കളയാം. നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നെയിൽ എക്സ്റ്റൻഷൻ അറ്റ് ഹോം ആണ്. വീട്ടിൽ തന്നെ ഇത് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ ചെയ്യുന്നത്. സോ എല്ലാവരും അത് വാച്ച് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.